ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് നമ്മൾ ഫാബ്രിക് ഫ്ലവർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ സ്റ്റിഫിൻ്റെ ഒരു പീസ് നമ്മൾ ഒരു പീസ് എടുത്തിട്ട് നമ്മളതിനെ നാലായിട്ട് കോണായിട്ട് മടക്കി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കോണോട് കോൺ ചേർത്ത് മടക്കി എടുത്തിട്ട് അതിനെ നമ്മളൊരു 4 സെൻറ്റിമീറ്റർ നീളത്തിൽ മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കുക. നമ്മൾ ടാസിലുണ്ടാക്കാനായിട്ട് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ അതേ മെത്തേഡിൽ തന്നെ ഇതുപോലെ കോണോട് കോൺ ചേർത്ത് മടക്കി ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുക. ഇതൊരു സ്റ്റെൻസിലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് തുണി വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ തുണി മടക്കി എടുത്തിട്ട് നമുക്ക് 30 പീസോളം റൗണ്ട് ഷേപ്പിലുള്ള ഫാബ്രിക്കിൽ നിന്ന് തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേ അധികം മടക്കിൽ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിനെ അതിൻ്റെ മുകളിൽ വെച്ച് പിൻ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചധികം അളവിൽ നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കാര്യങ്ങൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇങ്ങനെ 2-3 പ്രാവശ്യം അടുക്കടുക്കായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 30ഓളം പീസുകൾ വേഗത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട്, അതായത് സാധാരണ നമ്മൾ ഫാബ്രിക് ഫ്ലവറൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ കഷ്ടപ്പെടും. കാരണം ഫോൾഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ഏത് കുഞ്ഞു കുട്ടിക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതായപ്പോൾ നമ്മൾ 30 പീസോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് വേണം. അതിൻ്റെ അരികു വശം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പിലുള്ള ഗ്ലാസ് ആയിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ എളുപ്പമാവുള്ളൂ. പിന്നെ നമുക്ക് ഗ്ലൂ ഗണ്ണാണ് വേണ്ടത്. നമുക്ക് ഒട്ടിച്ചൊന്ന് എടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ഓരോ റൗണ്ട് ഷേപ്പിൽ ഓരോന്ന് എടുത്തിട്ട് കറക്റ്റ് ഹാഫായിട്ട് ഇങ്ങനെ മടക്കി മടക്കി അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. ആദ്യം ഒരു പെറ്റലായിട്ട് ഇത് ഒരു റൗണ്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത പെറ്റലിൻ്റെ പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. അടുത്ത പീസ് എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുറച്ച് ആദ്യം വെച്ചതിൽ നിന്ന് കുറച്ച് ഒരു അകലത്തിലായിട്ട് ഒരു 1/2 ഇഞ്ച് അകലത്തിൽ നീക്കി വേണം അടുത്ത പീസ് എടുത്ത് വയ്ക്കാൻ. അതിനുശേഷം നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അടുത്ത പീസ് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് അകലത്തിൽ നീക്കി വെച്ചിട്ട് വേണം അടുത്ത പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളിതിങ്ങനെ 30 പീസിനെയും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വെച്ച് കൊടുക്കുക. ഞാൻ ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് വളരെ ഈസിയാണെന്ന് പറയാൻ കാരണം ഞാൻ വേറെ ടൈപ്പ് ഫ്ലവേഴ്സുകളും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്തപ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് തോന്നി. കാരണം ഒട്ടും ഫ്ലവർ മേക്കിംഗ് അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ്. അതുകൊണ്ടാണ് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഷോർട്സിൽ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്ലവർ ഉണ്ടാക്കണം എന്ന് ആവശ്യം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നല്ലതായിരിക്കുന്നു. ഇതായപ്പോൾ നമ്മൾ 30 പീസും ഇതുപോലെ തന്നെ എടുത്തു വെച്ചു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗ്ലാസിൻ്റെ ആ സെൻറ്റർ വശം അധികം ഹോള് വരാത്ത രീതിയിൽ വേണം നമ്മളിതിനെ കവർ ചെയ്ത് വെക്കാൻ കേട്ടോ. അല്ല ഹോളോട് കൂടി ഇങ്ങനെ മടക്കി അകത്തേക്ക് തള്ളി കയറ്റി വെക്കരുത്. ഓക്കെ, അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പം ഗ്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഇങ്ങനെ മടക്കി വെച്ചതേ ഉള്ളൂ. എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ഭംഗിയുള്ള ഫ്ലവറാണ് ഉണ്ടായതെന്ന് നോക്കിയാൽ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഉടുപ്പിനൊക്കെ വയ്ക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ടാണെന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്